ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഇടുന്ന ഒരു ചാർജ് മാത്രമേ നമുക്ക് കറണ്ട് ബില്ല് വരത്തുള്ളൂ. എനിക്കങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിതിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എ സി ഇടുന്നത് 24 അല്ലെങ്കിൽ 26 എപ്പോഴും നമ്മൾ എ സി ഇടാറുള്ളത്. അതിൽ നമ്മൾ കുറച്ച് നമ്മൾ ഇടാറില്ല. 18, 17, 16 നമ്മൾ ഇടാറില്ല. അങ്ങനെ ഇടുമ്പോൾ ഒരുപാട് കറണ്ട് നമുക്ക് വലിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരു 24 26 ആയിട്ട് നമ്മൾ എ സി ഇട്ട് വയ്ക്കാം. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് നമ്മൾ ഇട്ടുമ്പോൾ ഫാന് കൂടി ഓണാക്കുക. ഫാന് പറയുമ്പോൾ നോർമൽ ഫാനിന് നന്നായിട്ട് കറണ്ട് വലിക്കും. ക്രോംപ്റ്റൻ്റെ BLDC ഫാനാണെങ്കിൽ, ഇതിപ്പോൾ ക്രോംപ്റ്റനാണ്, BLDC ഫാനാണെങ്കിൽ നമുക്ക് കറണ്ട് ഒട്ടും തന്നെ വലിക്കില്ല. നമുക്ക് അറിയാമല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് പവർ സേവ് ചെയ്യുന്ന ഒരു ഫാനാണ് BLDC ഫാൻ. അപ്പോൾ അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ലും കുറച്ചേ വരുള്ളൂ. അപ്പോൾ ഫാൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് ബില്ല് തന്നെ നമുക്ക് കുറഞ്ഞാണ് കിട്ടുക BLDC ഫാൻ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ എ സി നമ്മൾ 26 അല്ലെങ്കിൽ 28, 24 ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ കറണ്ട് ഫാൻ യൂസ് ചെയ്യുമ്പോഴുള്ള വലിക്കുന്ന കറണ്ട് എ സി ആ സമയത്ത് വലിക്കുള്ളൂ. അപ്പോൾ എന്താണ്, കറണ്ട് ബില്ല് നമുക്ക് കുറഞ്ഞതായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം, ജനലും വാതിലൊക്കെ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ജനലും വാതിലൊക്കെ തുറന്നിട്ട് തന്നെ കാറ്റെല്ലാം പുറത്തു പോകും. നമ്മൾ ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് റൂം നന്നായിട്ട് ക്ലോസ് ചെയ്തിരിക്കണം. 2 എ സിയും ഫാനും നമ്മൾ ഒരുമിച്ച് തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ എ സി ഓഫാക്കിയിട്ട് ഫാന് മാത്രം പിന്നെ രാത്രി നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല്, എ സി ഇടുന്ന കറണ്ട് ബില്ല് വരില്ല. നിങ്ങൾക്ക് ഫാൻ ഇടുന്ന കറണ്ട് ബില്ല് മാത്രമേ വരുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മൾ പകലൊക്കെ ജനലൊക്കെ നന്നായി തുറന്നിടുക, എയർ നന്നായിട്ട് കയറാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൊതുകൊന്നും കയറില്ല. നമ്മൾ പകൽ ജനലെല്ലാം തുറന്നിടുക, രാത്രിയാകുമ്പോൾ ജനലടയ്ക്കാം. വേറൊരു കാര്യം, കാറ്റ് എ സിയുടെ തണുപ്പ് റൂമിൽ നിൽക്കാനായിട്ട് ഇതുപോലെ ഡോർ സ്റ്റോപ്പർ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ റൂമിൽ നിന്നുള്ള എയർ, കാറ്റ് ഒരിക്കലും തന്നെ പുറത്തു പോയില്ല, പ്രാണികളൊന്നും തിരിച്ചു വരില്ല. ഇതിപ്പോൾ നിങ്ങൾ പറയും പല അസുഖം വരില്ലേ കാറ്റ്, അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല. എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പകലൊക്കെ ജനലൊക്കെ തുറന്നിട്ട് രാത്രിയാകുമ്പോൾ അടച്ചിടും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല. പിന്നെ എ സിയും ഫാൻ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലെന്ന് പറയും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്ക് പ്രശ്നം വന്നിട്ടില്ല, ഒരു അലർജിക്ക് സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ട്, ഞങ്ങൾക്ക് കറണ്ട് ബില്ല് കുറവായി കണ്ടതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ BLDC ഫാനിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും. അതൊരു നല്ലൊരു ഇതാണ്, പവർ സേവിങ് ആണ്. പിന്നെ എ സി നമ്മൾ വളരെ 28, 26, 24 ഇടുകയാണെങ്കിൽ നമുക്ക് കറണ്ട് കുറച്ചേ വലിയുള്ളൂ. പിന്നെ നമ്മൾ അരമണിക്കൂർ 3/4 മണിക്കൂർ എ സി ഇട്ട് ഫാൻ ഇട്ടിട്ട് എ സി ഓഫ് ആക്കുകയാണെങ്കിൽ റൂമിൽ ആ തണുപ്പ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതുപോലത്തെ ഡോർ സ്റ്റോപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോർ സ്റ്റോപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പ് റൂമിൽ നിൽക്കുകയും ചെയ്യും, പുറത്ത് പോവുകയില്ല. അപ്പം നമുക്ക് വീണ്ടും എ സി ഇടേണ്ട ആവശ്യം വരില്ല. പകലൊക്കെ ജനൽ തുറന്നിട്ട് രാത്രിയാകുമ്പോൾ എ സി ഇടുന്നതിന് മുന്നേ ജനൽ അടച്ചു വെക്കുക. അപ്പോൾ റൂമിൽ ചൂട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലർജി പ്രോബ്ലംസ് ഒന്നും വരില്ല. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.